കാൽ നൂറ്റാണ്ടായി പതറാത്ത ഒരു സാമ്രാജ്യം പത്തനാപുരം. പക്ഷെ ഇത്തവണ ചരിത്രം വഴിമാറുന്നു. വാശിയേറിയ പോരാട്ടത്തിന് പൂരപ്പറമ്പായി മാറുകയാണ് പത്തനാപുരം. 25 വർഷം 5 തവണ തുടർച്ചയായ വിജയം. വികസന നായകൻ എന്ന ലേബലിൽ KV ഗണേഷ് കുമാർ വീണ്ടും പടക്കിറങ്ങുമ്പോൾ ലക്ഷ്യം 6ാം അംഗമാണ്. വ്യക്തിപരമായ സ്വാധീനവും വികസന നേട്ടങ്ങളും ഗണേഷിന് കരുത്താകുമ്പോൾ ഇത്തവണ കോട്ട കാക്കാൻ കടുത്ത പോരാട്ടം തന്നെ വേണ്ടിവരും. എന്നാൽ ആ കോട്ട തകർക്കാൻ കോൺഗ്രസ് ഇറങ്ങിയിരിക്കുന്നത് ചാനൽ ചർച്ചകളിലെ തീപ്പൊരി പോരാളി ജ്യോതികുമാർ ചാമക്കാലയാണ്. മൂർച്ചയുള്ള വാക്കുകളും രാഷ്ട്രീയ തന്ത്രങ്ങളുമായി ചാമക്കാല എത്തുമ്പോൾ പത്തനാപുരത്ത് ഭരണവിരുദ്ധ വികാരം ആളിക്കത്തുന്നുണ്ട്. കഴിഞ്ഞ 5 വർഷമായി അദ്ദേഹം മണ്ഡലത്തിൽ സജീവ സാന്നിധ്യമാണ്. കഴിഞ്ഞ തവണ, അതായത് 2021 ഗണേഷ് കുമാറിന്റെ ഭൂരിപക്ഷം 14,336 വോട്ടുകളായി കുറയ്ക്കാൻ ചാമക്കാലയ്ക്ക് സാധിച്ചു. 2016 ഇത് 24,000-ന് മുകളിലായിരുന്നു. ഈ 10,000 വോട്ടുകളുടെ കുറവ് ഉയർത്തിക്കാട്ടിയാണ് UDF ഇത്തവണ പ്രചരണം നയിക്കുന്നത്. കോട്ടയിൽ വിള്ളൽ വീണു കഴിഞ്ഞു എന്നതാണ് അവരുടെ പ്രധാന വാദം. NSS പത്തനാപുരം താലൂക്ക് യൂണിയൻ പിരിച്ചുവിട്ടതും അതുമായി ബന്ധപ്പെട്ടുണ്ടായ കോടതി വ്യവഹാരങ്ങളും ഗണേഷ് കുമാറിന് വലിയ തലവേദനയാണ്. ഇവർക്കിടയിലേക്കാണ് BJPയുടെ സംഘടനാ കരുത്തുമായി S. അനിൽകുമാർ എത്തുന്നത്. അനിൽകുമാർ പിടിക്കുന്ന ഓരോ വോട്ടും ഇവിടെ ജയപരാജയങ്ങൾ മാറ്റിമറിക്കും. ഗണേഷ് കുമാറിനെ അദ്ദേഹത്തിന്റെ കോട്ടയിൽ ചെന്ന് വിറപ്പിക്കാൻ ചാമക്കാലയ്ക്ക് കഴിയുമോ? അതോ പത്തനാപുരത്തിന്റെ തമ്പുരാൻ താൻ തന്നെയാണെന്ന് ഗണേഷ് ഒരിക്കൽ കൂടി തെളിയിക്കുമോ? നിങ്ങളുടെ പ്രവചനം എന്താണ്? മണ്ഡലങ്ങളിലൂടെ സപ്പോർട്ടഡ് ബൈ അഥർവ ആയുർവേദ.